ആസാമിൽ നിന്നും ബെഡ്ഷീറ്റുമായി വരുന്ന ബംഗാളിയെപ്പോലെ പെട്ടിയും പ്രമാണവുമായി നയൻതാര പ്രസവം എന്ന അങ്കത്തട്ടിലേക്ക് പുറപ്പെടുകയാണ് ഗൈസ്. ഞാനൊന്ന് തിരിച്ചു വന്നോട്ടട പന്നി എന്ന് മനസ്സിൽ പറയുന്നത് മുഖത്ത് അറിയുന്നതേയില്ല. ദുര്യോധനൻ തൊടുത്തുവിട്ട അമ്പുപോലെ 100-110 പാഞ്ഞ് വാഴപ്പണ വഴി നേരെ യുദ്ധഭൂമിയിലേക്ക്. കാഴ്ചയിൽ ലുലുമാളിനോട് സാമ്യം തോന്നുന്ന ചായക്കടയും കുൽക്കി സർബത്തും എന്തിന് ഷവർമ വരെ കിട്ടുന്ന ഗവൺമെന്റ് നയൻതാരയ്ക്കുള്ള രഥം എത്തിയിരിക്കുന്നു. പല രാജ്യങ്ങളിലെയും രഥങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണാം. കണ്ടിട്ട് ആറ്റിങ്ങൽ ഭാഗത്തുള്ളതാണെന്ന് തോന്നുന്നു. ഏതൊരു ഭർത്താവിന്റെയും ചങ്കു പിടയ്ക്കുന്ന നിമിഷം. അതെ, ഇനി വേണം ഒരു ഫുൾ മന്തി ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ. അതിനും ഈ മഹാഭാവി കെട്ടിയോൾ സമ്മതിച്ചില്ല. അത്ഭുതമെന്ന് പറയട്ടെ, തൊഴിലാളി മുറി അഥവാ ലേബർ റൂമിൽ ഭാര്യയോടൊപ്പം ഭർത്താവ് നീക്കേണ്ടത് ഇവിടുത്തെ ഒരു ആചാരമാണത്രേ. ഇഞ്ചി കടിച്ച കുരങ്ങൻ കറണ്ട് കമ്പിയിൽ കൂടി ചവിട്ടിയാൽ എങ്ങനെയിരിക്കും എന്നതുപോലെ മറ്റൊരു തുണിയുടുക്കാത്ത സത്യം എന്തെന്നാൽ കുഞ്ഞിന്റെ പൊക്കൽ കൂടി മുറിക്കേണ്ടത് സ്വന്തം പിതാവ് തന്നെയാണ്. പിന്നൊന്നും നോക്കിയില്ല, പൊട്ടക്കുഴിയിലെ തയ്യലറിയാവുന്ന വത്സല കുഞ്ഞമ്മയെ മനസ്സിൽ ധ്യാനിച്ച ഒറ്റ മുറി. എന്താണെന്നറിയില്ല, ഒരു പെണ്ണുപിള്ള കിടന്ന് കീറി വിളിക്കുന്നുണ്ട്. ഞാൻ പോലും അറിയാതെ ഞാനൊരു വയറ്റാട്ടനായി മാറുകയായിരുന്നു ഗൈസ്. ചിറകുടിഞ്ഞു വീണ ജഡായുവിനെ പോലെ ദേ കിടക്കുന്നു നയൻതാര. ആ നിമിഷം പകരം വയ്ക്കാൻ പറ്റാത്തത് തന്നെയാണ്. 50 രൂപയ്ക്ക് വാങ്ങിയ ബിരിയാണിയിൽ 3 പീസ് ചിക്കൻ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ ഉന്മാദം. അങ്ങനെ ഞങ്ങളുടെ പ്രവചനം വലിച്ചിരിക്കുന്നു ഗൈസ്. ഒന്നിനെയും വെറുതെ വിട്ടില്ല. കിട്ടിയ അവസരത്തിൽ ചെറുതിനും വലുതിനും എന്തിന് കെട്ടിയോൾക്കും ചൂടോടെ 2 കൊടുത്തു. ഇടിച്ചക്ക പ്ലാമൂട്ടിലെ കൊച്ചപ്പനും അവണാങ്കുഴിയിലെ കുഞ്ഞമ്മയും ഇതറിഞ്ഞ് സന്തോഷത്താൽ തുള്ളിച്ചാടി. കൂട്ടത്തിൽ കിടന്ന് കേറി വിളിക്കാതെ മൂന്നാർ റിസോർട്ടിൽ റൂം എടുത്തതുപോലെ എല്ലാവർക്കും തനിത്തനി റൂമുകളാണ് ഇവിടെ ലേബർ റൂമായി നൽകുക. ചുരുക്കം പറഞ്ഞാൽ ഒരു രോഗി സൗഹൃദ ആശുപത്രി എന്നതാണ് മൈക്കിൾ ജാക്സൺ സ്വപ്നം കണ്ടത്. കുഞ്ഞിന്റെ അമ്മയ്ക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പോഷകാഹാരങ്ങൾ കൃത്യസമയത്ത് തന്നെ കൊണ്ടുവരും. അച്ഛനാകട്ടെ നഖം വെട്ടാത്ത അണ്ണാൻ മാന്തിയ പഴവും. നാട്ടിൽ 2 ആനയും 10 ഏക്കർ റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിച്ചോണ്ടിരുന്നാ മതി, കുഞ്ഞിനെ വിട്ടുതരണമെങ്കിൽ മാന്ത്രിക കുട്ട അഥവാ കാർ സീറ്റ് നിർബന്ധമാണത്രേ. ഇതിന്റെ പ്രവർത്തനം ആശുപത്രി തന്നെ നമ്മെ പഠിപ്പിക്കും. സത്യം പറഞ്ഞാൽ ഇതൊരു ആപ്പ കുട്ടയൊന്നുമല്ല ഗൈസ്. വണ്ടി മറിഞ്ഞാലും കുഞ്ഞു സുരക്ഷിതമായിരിക്കും എന്നതാണ് ശാസ്ത്രം. പല സ്ഥലങ്ങളിലും ഈ കുട്ടയുള്ളവർക്ക് മുൻഗണന തന്നെയാണ്. 57 രാജ്യങ്ങളിൽ വിസ പോലും ഇല്ലാതെ പോകാൻ കഴിയുന്ന ഒരു മുതലാണ് ഗൈസ് ഈ കുട്ടയിലിരിക്കുന്നത്. ഒരു പാട്ടങ്ങ് പാടി. ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം.